ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു. ഫൈനൈറ്റ് സെറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഒരു സെറ്റ് എം ടി ആണെങ്കിൽ ഫൈനൈറ്റ് ആണ്, ഇനി അല്ലെങ്കിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി n എലമെന്റ്സ് അല്ലെങ്കിൽ there exists a bijection from n to ആ സെറ്റ്, ആ കേസിലും ഫൈനൈറ്റ് ആണ്. സെറ്റ് ഫൈനൈറ്റ് അല്ലെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിച്ചു. ഇനി ഫൈനൈറ്റ് സെറ്റ്സിന്റെ കേസിൽ നമ്മൾ രണ്ട് മെയിൻ ആയിട്ടുള്ള തിയറംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു എയും ബിയും ഫൈനൈറ്റ് ആണെങ്കിൽ അതിന്റെ യൂണിയൻ എ യൂണിയൻ ബി ഇസ് ഫൈനൈറ്റ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളൊക്കെ ഫൈനൈറ്റ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് മെയിൻ ആയിട്ടുള്ള തിയറംസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയില് ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇൻഫൈനൈറ്റ് സെറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇൻഫൈനൈറ്റ് സെറ്റ് തന്നെ നമ്മൾ പെട്ടെന്ന് മനസ്സിലായിട്ട് വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഇൻഫൈനൈറ്റ് 1 2 3 എക്സെട്ര. അപ്പൊ അങ്ങനെ വരുമ്പോൾ z is also infinite. അവിടെ തന്നെ ചെറിയൊരു പ്രശ്നം വരുന്നത് 1 2 3 എക്സെട്ര, അവിടെ എക്സെട്ര ഇൻഫൈനൈറ്റ്, നമ്മള് എക്സാക്ട്ലി n എലമെന്റ്സ് അല്ല, അതിന്റെ പുറത്തേക്ക് പോയി. ഇനി ഈ z വരുന്ന സമയത്ത് ഈ 1 2 3 എക്സെട്രയും വരുന്നു, 0 വരുന്നു, -1 -2 -3 എക്സെട്ര ഇതും വരുന്നു. അപ്പൊ ഇതിന്റെ ഡബിൾ ഉണ്ട്, ഇതും ഇൻഫൈനൈറ്റ് ആണ്. ആൻഡ് അടുത്ത എക്സാമ്പിൾ ക്ലോസ് ഇന്റർവെൽ 0 1, 0 1 ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അതും എഗെയിൻ എന്ത് തന്നെയാണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇൻഫൈനൈറ്റ് സെറ്റ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ എനി ടു നമ്പേഴ്സ് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈവൻ എക്സെട്ര പോലും നമുക്ക് ഇടാൻ പറ്റുന്നില്ല, ഓരോ സ്റ്റേജിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് വരികയാണ്. അപ്പൊ അവിടെയും ഉണ്ട് ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതാണ് ഇനി അടുത്ത ഡിസ്കഷനോട്ട് പോകുന്നത്. ഡെന്യൂമറബിൾ സെറ്റ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റും അൺകൗണ്ടബിൾ സെറ്റും. അപ്പൊ ഈ ഡിസ്കഷന്റെ അകത്ത് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഉള്ളിൽ വെക്കാം. ഇത് രണ്ടും ഡെന്യൂമറബിൾ സെറ്റ്സ് ആണ്, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. ക്ലോസ് ഇന്റർവൽ 0 1 is അൺകൗണ്ടബിൾ സെറ്റ്. നോക്കാം ഡെഫിനിഷൻ. A set S is said to be denumerable. Set is denumerable or countably infinite if there exists a bijection of n onto S. The set of natural numbers ആ സെറ്റിലായിട്ട് ഒരു ബൈജക്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡെന്യൂമറബിൾ എന്ന് വിളിക്കും. സെറ്റ് n എന്നൊരു ബൈജക്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാക്ട്ലി n എലമെന്റ്സ് ഉണ്ടെന്ന് വിളിച്ചു. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെന്യൂമറബിൾ. And a set S is countable if it is either finite or denumerable. അതിനർത്ഥം കൗണ്ടബിൾ എന്ന് പറയുന്നത് ഏതൊക്കെ സെറ്റുകൾ നമുക്ക് കൗണ്ടബിൾ എന്ന് വിളിക്കാം? നൾ സെറ്റ് കൗണ്ടബിൾ ആവും. എക്സാക്ട്ലി n എലമെന്റ്സ് ഉണ്ടെങ്കിൽ കൗണ്ടബിൾ ആവും, കാരണം അത് രണ്ടും ഫൈനൈറ്റ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ കൗണ്ടബിൾ ആവും. ഇനി എപ്പോഴാ അൺകൗണ്ടബിൾ? കൗണ്ടബിൾ അല്ലാത്തതിനെ നമ്മൾ അൺകൗണ്ടബിൾ എന്ന് വിളിക്കും. ഇപ്പൊ രണ്ട് സെറ്റുകൾ എ ബി ഇക്വിവാലന്റ് എന്ന് വിളിക്കും if there is a bijection from A on to B. A and B ഇടയ്ക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ they are equivalent. അതിന് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, A is equivalent to B. ഇതൊരു റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ഇക്വിവാലൻസ് റിലേഷൻ ആണ്. അതിനർത്ഥം A is equivalent to A. If A equivalent to B, then B is equivalent to A. A equivalent to B and B equivalent to C ആണെങ്കിൽ that implies A is equivalent to C. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഇക്വിവാലൻസ് എന്നുള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ഒരു സെറ്റിൽ എക്സാക്ട്ലി n എലമെന്റ്സ് ഉണ്ടാവും. അതായത് S contains n elements. എപ്പോഴാ? if there is a bijection from n to S. അതായത് n is equivalent to S ആവുമ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി n എലമെന്റ്സ് എന്ന് പറയാം. And S is denumerable if there is a bijection from
n to s. So n is equivalent to natural numbers is equivalent to s ആവുന്ന കേസിലാണ് നമുക്ക് ഡെന്യൂമറബിൾ എന്ന് പറയും. അപ്പൊ ആ ഇക്വലൻസിന്റെ കേസ് അവിടെ പറഞ്ഞേ ഉള്ളൂ. അതേപോലെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ബൈജക്ഷൻ ഉണ്ടാവുന്ന കേസിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 ഇങ്ങനെ എല്ലാ നമ്പേഴ്സും ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് എസിലോട്ട് ബൈജക്ഷൻ ഉണ്ടെങ്കിൽ 1ന് ഒരു ഇമേജ് ഉണ്ടാവും, നമുക്ക് അതിനെ എഫ് ഓഫ് 1 എന്ന് വിളിക്കാം. 2ന് ഇമേജ് ഉണ്ടാവും, എഫ് ഓഫ് 2 എന്ന് വിളിക്കാം. 3ക്ക് ഇമേജ് ഉണ്ടാവും, എഫ് ഓഫ് 3 എന്ന് വിളിക്കാം. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസിലെ എല്ലാ എലമെന്റ്സിനും നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം? ഒരു എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3, എഫ് ഓഫ് 4 ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയും വേണേ പറയാം, എസ് is denumerable if the elements of S can be arranged as a sequence x1, x2, x3, etc. അതായത് 1ന്റെ ഇമേജിന് നമ്മളിവിടെ എഫ് ഓഫ് 1 എന്ന് വിളിച്ചാൽ ഞാൻ x1 എന്ന് പേര് വിളിച്ചു. സീക്വൻസിലെ ടേംസ് ആയിട്ട് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് എന്നുള്ള രീതിയിൽ 1ന്റെ ഇമേജിന് നമുക്ക് ഫസ്റ്റ് എലമെന്റ് എന്ന് വിളിക്കാം, 2ന്റെ ഇമേജിന് സെക്കൻഡ് എലമെന്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ x1, x2, x3 ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ സെറ്റ് ഡെന്യൂമറബിൾ എന്ന് വേണം വിളിക്കാം. എപ്പോഴാണ് സെറ്റ് ഡെന്യൂമറബിൾ ആവുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ഒരു ബൈജക്ഷൻ ആ സെറ്റിലേക്ക് ഉണ്ടെങ്കിൽ ഡെന്യൂമറബിൾ ആണ്. അല്ലെങ്കിൽ അതിൽ എലമെന്റ്സ് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ that set is denumerable. ഫൈനൈറ്റോ ഡെന്യൂമറബിളോ ആയിട്ടുള്ള സെറ്റുകളൊക്കെ നമ്മൾ കൗണ്ടബിൾ എന്ന് വിളിക്കും. കൗണ്ടബിൾ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വേണമെങ്കിൽ എക്സാമ്പിൾസ് എന്ന് പറയാം. അതിൽ ആദ്യത്തത് show that the following sets are denumerable. Denumerable എന്ന് പറഞ്ഞാൽ there is a bijection from the set of natural numbers onto that set. Denumerable ആണെങ്കിൽ തീർച്ചയായും അതിനെ നമ്മൾ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കും, and hence it is countable. ഇതൊക്കെ കൗണ്ടബിൾ ആണെന്നുള്ളതാണ്, അതായത് കൗണ്ടബിൾ സെറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് നമുക്ക് വേണ്ടത് നാച്ചുറൽ നമ്പേഴ്സിന് ഒരു ബൈജക്ഷൻ ആണ്. രണ്ടും സെയിം സെറ്റ് ആണെങ്കിൽ ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. എഫ് ഓഫ് n is equal to n. സെയിം എലമെന്റ്സിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ക്ലിയർ ആയിട്ട് ബൈജക്ഷൻ ആയി. സോ ഇറ്റ് ഈസ് denumerable. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ സെറ്റ് n ആണ്, ആൻഡ് രണ്ടാമത്തെ സെറ്റ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6 എക്സെട്ര. അപ്പൊ ഇവിടെ അങ്ങോട്ട് ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. എഫ് ഓഫ് n ഇവിടുത്തെ ഓരോന്നിന്റെ ഇമേജുകളായിട്ട് ഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 4 എന്നുള്ള രീതി. സോ നമുക്ക് ഡിഫൈൻ ചെയ്യാം എഫ് ഓഫ് n is equal to 2n for n belongs to n. ക്ലിയർ ആയിട്ട് വന്നൊരു ബൈജക്ഷൻ ആണ്. 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 6 എന്നുള്ള രീതി. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് ആ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുന്നത് 1, 3, 5, 7 ഇങ്ങനെയാണ്. നമുക്ക് n എന്ന് അതിലേക്ക് ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യണം. അതായത് 1ന്റെ ഇമേജ് 1 ആയി കൊടുക്കണം, 2ന്റെ ഇമേജ് 3, 3യുടെ ഇമേജ് 5 ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഈവൻ ഒരെണ്ണം മൈനസ് ചെയ്യണം. 1ന്റെ ഇമേജ് ഇവിടെ 2 ആയിരുന്നു പറഞ്ഞത്, ഇവിടെയാണെങ്കിൽ അത് വേണ്ട. 2ന്റെ ഇമേജ് 4 അവിടെ പറഞ്ഞ് അത് വേണ്ട, ഒരെണ്ണം കുറയ്ക്കണം. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാം എഫ് ഓഫ് n is equal to 2n minus 1 for n belongs to n. ഇങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈജക്ഷൻ ആയി. സോ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡെന്യൂമറബിൾ. അപ്പൊ തന്നെ അവിടെ ഈ ഡെന്യൂമറബിൾ, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇത് രണ്ടും കൂടെ ഈ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സും ഡെന്യൂമറബിൾ ആണ്. രണ്ടും കൂടെ ചേർത്ത് വെച്ചാലാണ് ഇത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അതും ഏത് തന്നെയാണ്? ഡെന്യൂമറബിൾ ആണ്. Now next is integers. ഇന്റിജേഴ്സിന്റെ കേസിലോട്ട് വരുമ്പോൾ അതില് 1, 2, 3 എക്സെട്ര ഉണ്ട്, -1, -2, -3 അങ്ങനെയുണ്ട്, എല്ലാ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ n എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം ഏതിലേക്ക്? 0, 1, 2, 3 ആ കളക്ഷൻ, -1, -2, -3 ഈ കളക്ഷൻ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ f of n is equal to
n by 2 if n is even. അതായത് 2 image 2 by 2, that is 1. 4 image 4 by 2, 2. 6 image 3. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാ ഈവൻ നമ്പേഴ്സിന്റെയും ഇമേജുകളായിട്ട് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ വന്നു. അതായത് 2 ഇമേജ് 1 ആയി, 4 ഇമേജ് 2 ആയി, ആൻഡ് 6 ഇമേജ് 3 ആയി, 8 ഇമേജ് 4 ആയി, ഇങ്ങനെ പോകും. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ബാക്കിയുള്ള 1 ഇമേജ്, ആ 1 ഇമേജ് ഞാൻ 0 ആയിട്ട് എടുക്കും. ആൻഡ് 3 ഇമേജ് -1 ആയിട്ട് എടുക്കും. That is n minus 1 by 2. 3 image -1 ആണ്. So minus of n minus 1 by 2 എന്ന് ഞാൻ ഡിഫൈൻ ചെയ്താൽ n 1 ആവുന്ന സമയത്ത് 1 minus 1 0 ആയി, അത് ഓക്കെ. 3 ആവുന്ന സമയത്ത് 3 minus 1 is 2, 2 by 2 1, ഒരു നെഗറ്റീവ് -1 if n is odd. അപ്പോൾ 3യുടെ -1 വരും, 5ൻ്റെത് -2 വരും, 7ൻ്റെത് -3 വരും. അപ്പൊ എല്ലാത്തിലേക്കും ഇമേജുകൾ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ് ഫംഗ്ഷൻ ഏതാണ്, 1 1 and 2 ആണ്. കാരണം എല്ലാവരോട്ടും ഇമേജ് പോയിട്ടുണ്ട്, സോറി ഫംഗ്ഷൻ മാപ്പിംഗ് പോയിട്ടുണ്ട്. ഒരാൾക്ക് 2 വരുന്ന കേസ് ഒന്നും വരുന്നില്ല. സോ ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ 1 1 and 2 ആണ്. സോ ഇറ്റ് വാസ് ഡെന്യൂമറബിൾ. ആൻഡ് ഇനി ഈ എക്സാമ്പിളോട്ട് ഇതിലോട്ട് പോയാൽ, അഞ്ചാമത്തേലോട്ട് പോയാൽ 1 by 2, 2 by 3, 3 by 4 ഈ രീതിയിലാണ്. അപ്പൊ അവിടെ തന്നെ 1 2 3 ഇങ്ങനെയുണ്ട്. അത് ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. സീക്വൻസ് ആവുന്ന സമയത്ത് ഇറ്റ് ഇസ് ഡെന്യൂമറബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1ന്റെ ഇമേജ് ആയിട്ട് 1 by 2 എന്ന് കൊടുക്കുക, 2ന്റെ ഇമേജ് ആയിട്ട് 2 by 3 എന്ന് കൊടുക്കുക, n-ന്റെ ഇമേജ് ആയിട്ട് n by n plus 1 എന്ന് ഡിഫൈൻ ചെയ്യാം ഫോർ n belongs to n. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഏതായി, ബൈജക്ഷൻ ആയി. സോ ഇറ്റ് ഇസ് ഡെന്യൂമറബിൾ. അപ്പോൾ ക്വസ്റ്റ്യൻ അഥവാ അങ്ങനെ ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഈ രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ദിസ് ഫംഗ്ഷൻ ഇസ് 1 1 and 2 എന്ന് പറഞ്ഞാൽ മതി. അടുത്ത പ്രോബ്ലം നോക്കൂ. ഷോ ദാറ്റ് n cross n is ഡെന്യൂമറബിൾ. നമ്മൾ കുറെ ഡെന്യൂമറബിൾ സെറ്റ്സ് പഠിച്ചു. ഇന്റിജേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് n cross n. ഈ n cross n എലമെന്റ്സ് ഏതാ വരിക? Set of all ordered pairs xy with x belongs to n and y belongs to n. n നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാം അതിലെ എലമെന്റ്സ് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 1 1 1 2 1 3 1 4 1 5 അതല്ല, 2 1 2 2 2 3 2 4 അതല്ല, 3 1 3 2 3 3 ഇതെല്ലാം വരും. n cross n is the set of all ordered pair xy with x comma y belongs to n. ഇതാണ് n cross n. And the elements of n cross n are 1 1 1 2 1 3 ഇങ്ങനെ പോകും. Then 2 1 2 2 2 3 അങ്ങനെ പോയി, 3 1 3 2 3 3 എക്സെട്ര ഇങ്ങനെ താഴോട്ട് പോകും. ഇതാണ് n cross n എലമെന്റ്സ്. നമുക്ക് ഇത് ഡെന്യൂമറബിൾ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിലെ എലമെന്റ്സ് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇവിടെ ട്രൈ ചെയ്യുന്നതിന് എലമെന്റ്സിന് ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ, ഒരു കറക്റ്റ് ഓർഡറിൽ ഈ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാണ്. ഇങ്ങനെ മൊത്തമായിട്ട് എക്സെട്ര എക്സെട്ര ഇടുന്നതിന് പകരം കറക്റ്റ് ഇത് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് എന്ന് പറയാവുന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഞാൻ ആരോ വരയ്ക്കാണ്. എന്നിട്ട് ഈ എലമെന്റ്സിനെ സീക്വൻസ് ആയിട്ട് എഴുതാണ്.
the elements of n cross n can be arranged as a sequence sequence first element ഞാൻ കൺസിഡർ ചെയ്യുന്നത് 1 1 രണ്ടാമത്തെ എലമെന്റ് 2 1 1 2 അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഞാൻ ആ ലിസ്റ്റിംഗ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം 1 1 അടുത്ത 2 1 പിന്നെ 1 2 അടുത്തത് ഈ ആരോയിൽ വരുന്ന കേസുകൾ 3 1 2 2 1 3 അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ ഇവിടെ എലമെന്റ് 4 1 then that is 3 2 2 3 ഇവിടെ വരാവുന്ന 1 4 അപ്പൊ ഈ ആരോയിൽ വരുന്ന ഇങ്ങനെ പോകുന്നു അപ്പൊ ഞാൻ ഒറ്റ എക്സെട്ര അവിടെ ഇട്ടിട്ടുള്ളൂ അതായത് എനിക്കറിയാം ഇനി അടുത്ത സെറ്റ് ഓഫ് എലമെന്റ്സ് ഏതായിരിക്കും എന്നുള്ളത് അടുത്ത എലമെന്റ്സ് ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് സീക്വൻസ് പക്ഷെ നമ്മൾ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നെന്നുള്ളത് ലിസ്റ്റിംഗ് എങ്ങനെയാന്നുള്ളത് വ്യക്തമായിട്ട് എഴുതണം ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ആരോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഈ ഓർഡേഡ് പെയർസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആരോയുടെ കേസിൽ 2 ആണ് അടുത്ത വരുന്ന സമയത്ത് 3 ആണ് ഇത് രണ്ടിലും സം 3 ആണ് ഇതിലാണെങ്കിൽ സം 4 ആണ് ഇതിൽ വരുമ്പോൾ 5 ആണ് അപ്പൊ അടുത്ത കാറ്റഗറി സം 6 വരുന്ന ഓർഡേഡ് പെയർസ് ആയിരിക്കും അതിന്റെ അടുത്ത കാറ്റഗറി സം 7 വരുന്ന ഓർഡേഡ് പെയർസ് ആയിരിക്കും ഇനി ആ സം ഇപ്പൊ ഇവിടെയാണെങ്കിൽ സം 3 വരുന്ന ഓർഡേഡ് പെയർസിന്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അത് താഴേന്ന് മുകളിലോട്ടാണ് താഴേന്ന് മുകളിലോട്ട് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ y കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 പിന്നെ 2 നമ്മൾ ആ ലിസ്റ്റിംഗിന്റെ അകത്ത് വന്നിരിക്കുന്ന ഓർഡർ മുകളിലോട്ട് 1 2 3 1 2 3 4 അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയാം the key to listing the elements of n cross n as a sequence is as follows. First, list the ordered pairs with sum 2. Which are followed by the ordered pairs with sum 3 and so on. Listing ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ first list the ordered pairs with sum 2, then list those pairs with sum 3 and so on. Continue the bone. Also, the ordered pairs with sum k are arranged themselves in the increasing order of second coordinate. അപ്പൊ ഇതാണ് ലിസ്റ്റിംഗിന്റെ കീ അതായത് സം 2 ആയിട്ടുള്ളത് ആദ്യം പിന്നെ സം 3 ആയിട്ടുള്ളത് പിന്നെ സം 4 ആയിട്ടുള്ളത് ഇനി ആ സം 4 ആയിട്ടുള്ളത് തന്നെ they are arranged themselves in the increasing order of the second coordinate. സെക്കൻഡ് കോർഡിനേറ്റ് കൂടുന്നതിന്റെ ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ്. സോ നമുക്ക് പറയാം സോ എലമെന്റ്സ് ഓഫ് n cross n are arranged as a sequence
cross n as denumerable. അപ്പൊ ഈ പ്രൂഫ് ഇനിയും നമ്മൾ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് കീ ടു ലിസ്റ്റിംഗ്, അത് നമുക്ക് ഇനി ആവശ്യം വരും. ഇതേ പാറ്റേണിൽ തന്നെ ബാക്കിയുള്ളതിനും എഴുതാം പ്രൂഫായിട്ട്. അടുത്ത നമ്മൾ നോക്കി, if am is denumerable set for each m, so a1 denumerable, a2 denumerable, a3 denumerable, etc., then show that union m is equal to 1 to infinity am. അപ്പോൾ denumerable സെറ്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും denumerable എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രൂഫ് നേരത്തെ പറഞ്ഞ അതേ പ്രൂഫാണ്, എൻ ക്രോസ് എന്റെ അതേപോലെ തന്നെ എവിടെയും പ്രൂഫ് പറയുന്നത്. സിൻസ് am is denumerable, elements of am can be arranged as a sequence. am denumerable ആയതുകൊണ്ട് am ന്റെ എലമെന്റ്സിനൊക്കെ നമുക്ക് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. For all m belongs to n. Suppose they are a1 എന്നുള്ളതിലെ എലമെന്റ്സിനെ ഞാൻ ഇങ്ങനെ പേര് വിളിക്കുന്നു, x11, x12, x13, x14, etc. a2 എലമെന്റ്സിനെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നു, x21, x22, x23, etc. a3 എലമെന്റ്സിനെ x31, x32, x33 ഇങ്ങനെ സപ്പോസ് ചെയ്യും. ഇനി നമുക്ക് വേണ്ട ഇതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ എലമെന്റ്സും ഏതിൽ വരും? യൂണിയനിൽ വരും. അപ്പൊ യൂണിയനിലെ എലമെന്റ്സിനെ ഇവരെല്ലാവരും വരുന്നതുകൊണ്ട് നേരത്തെ എൻ ക്രോസ് എന്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് അവരെ ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഓർഡർ കീപ്പ് ചെയ്യണത് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എഴുതാം, the elements of union m is equal to 1 to infinity am can be arranged as follows. എങ്ങനെയാണ് ലിസ്റ്റിംഗ്? a is equal to union I, n is equal to m is equal to 1 to infinity am is equal to നമുക്ക് ഒറ്റൊരു ലിസ്റ്റിംഗ് കൊടുക്കാം. ഫസ്റ്റ് എലമെന്റ് x11, അടുത്ത എലമെന്റ് x21, then x12, അടുത്തത് x31, x22, x13 ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു ആസ് എ സീക്വൻസ്. സോ അതുകൊണ്ട് യൂണിയൻ m is equal to 1 to infinity am denumerable എന്ന് പറയാം. പക്ഷെ എങ്ങനെയാണ് സീക്വൻസിന്റെ അറേഞ്ച്മെന്റ്? നേരത്തെ എഴുതി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ എഴുതാം. The key to the listing, the elements of union m is equal to 1 to infinity am as a sequence is as follows. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ലിസ്റ്റ് ഇവിടെ നമുക്ക് എലമെന്റ്സിനെ ഓർഡേഡ് പെയർസ് അല്ല എക്സ് പി ക്യൂ എന്ന് വിളിക്കാം. വിത്ത് സം പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 2. ആദ്യം ഇതേപോലെ തന്നെ അവിടെ എഴുതുന്ന സമയത്ത് ഓർഡേഡ് പെയർ പി ക്യൂ നമ്മൾ വെറുതെ ഓർഡേഡ് പെയർ അവിടെ എഴുതിയിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ.
ordered pair PQ with P plus Q is equal to 2 first list ചെയ്യുന്നു, followed by XPQ with P plus Q is equal to 3 and so on. Also, elements XPQ with P plus Q is equal to K are arranged themselves in the increasing order of increasing order second coordinate നാം അവിടെ എഴുതിയത് XPQ ആണ്. അപ്പോൾ Qന്റെ increasing orderലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. സോ താഴെ എഴുതാം, the elements of A are arranged as a sequence, hence it is denumerable. So we can show that the set of rational numbers Q is denumerable. ഇതും തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ തന്നെയാണ് പ്രൂഫ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എടുക്കാം സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് യൂണിയൻ, സീറോ യൂണിയൻ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഡെന്യൂമറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഡെന്യൂമറബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സീറോ ഇറ്റ് ഈസ് ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ രണ്ട് ഡെന്യൂമറബിൾ സെറ്റ്സിന്റെ യൂണിയൻ അഗൈൻ എന്താണ്, ഡെന്യൂമറബിൾ ആണ്. അപ്പൊ അതാണ് ഇവിടെ, ആ രീതിയിലാണ് ഇവിടെ പ്രൂഫ് ചെയ്യുന്നത്. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം P by Q where P and Q are integers എന്നുള്ളതില്ല, കാരണം പോസിറ്റീവ് വേണ്ടേ. അപ്പോ എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന M/n ഫോമിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും Q പ്ലസിൽ ഉണ്ടാവും. is denumerable. Q പ്ലസ് എലമെന്റ്സിൽ ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്യുന്നു. ആ എലമെന്റ്സ് ഇവരൊക്കെയാ വരിക, M/n ഫോമിലുള്ളതല്ലേ. സോ 1 by 1, 1 by 2, 1 by 3, 1 by 4, etc. 2 by 1, 2 by 2, 2 by 3, 2 by 4, etc. 3 by 1, 3 by 2, 3 by 3, 3 by 4, etc. 4 by 1, 4 by 2, ഇതേപോലെ തന്നെ 4 by 3, etc. അഗൈൻ ഇവിടെ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ ഇവരെ ഒരു സീക്വൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാണ്. എലമെന്റ്സ് ഓഫ് Q plus can be arranged as a sequence. എങ്ങനെയാണ് ലിസ്റ്റിംഗ് വരുന്നത്? ഇതേപോലെ തന്നെ ഇവിടെ 1 by 1 ആണ്, നമ്മൾ ഇങ്ങനെ ആരോ കൺസിഡർ ചെയ്യുന്നു. സോ 1 by 1 ഫസ്റ്റ്, ദെൻ ഈ രണ്ടെണ്ണം 2 by 1 and 1 by 2. അടുത്ത ഈ മൂന്നെണ്ണം 3 by 1, 2 by 2, 1 by 3. ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതി Q plus ഡെന്യൂമറബിൾ എന്ന് പറയാം. എഗൈൻ നേരത്തെ എഴുതി അതേപോലെ തന്നെ നമുക്ക് ലിസ്റ്റിംഗ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ദ കീ ടു ദ ലിസ്റ്റിംഗ് ഓഫ് എലമെന്റ്സ് ഓഫ് Q plus as a sequence as follows.
എഴുതി അതേപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് ലിസ്റ്റ് ഇവിടുത്തെ എലമെന്റ്സ് m/n ഫോമിലാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എലമെന്റ്സ് p/q ഫോമിലാണ്. Elements p/q with p plus q is equal to 2, followed by those p/q with p plus q is equal to 3, and so on. ഇനി വീണ്ടും ഈ p plus q is equal to 3 ആവുന്നതിൽ തന്നെ അവരെ themselves arranged in the increasing order of q. കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേപോലെ നമുക്ക് ഇവിടെയും പറയാം. Also those elements p/q with p plus q is equal to k are arranged themselves in the increasing order of q. q ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആരോയിൽ വരുന്ന ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യും. സോ q plus is denominator. q plus ഡെന്യൂമറബിൾ ആയി. q plus ഡെന്യൂമറബിൾ ആണെങ്കിൽ q മൈനസും ഡെന്യൂമറബിൾ ആണ്. അതെങ്ങനെ q മൈനസ് ഡെന്യൂമറബിൾ ആവുന്നത്? q plus is equivalent to q minus. ഡയറക്റ്റ് അങ്ങനെ തന്നെ പറയായിരിക്കും കുറച്ചുകൂടി നല്ലത്. q plus is equivalent to q minus by the relation, വേണമെങ്കിൽ നമുക്ക് by the function, by the bijection f of r is equal to minus r. ആ രീതിയിലാണ് നമുക്ക് പറയാം. ഇതിൽ ഒരു എലമെന്റ് നെഗറ്റീവ് ആണ് മറ്റേതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു 1/1 ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ q plus and q minus 1, q minus. Therefore q minus is the numerable. So q is equal to q plus union 0 union q minus is the numerable. കാരണം തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു യൂണിയൻ ഓഫ് ഡെന്യൂമറബിൾ സെറ്റ്സ് ഇസ് അഗൈൻ ഡെന്യൂമറബിൾ. അതും കൂടെ വേണമെങ്കിൽ അവിടെ എഴുതാം. യൂണിയൻ ഓഫ് ഡെന്യൂമറബിൾ സെറ്റ്സ് ഇസ് അഗൈൻ ഡെന്യൂമറബിൾ. ഹെൻസ് q is equal to q plus union set 0 union q minus is ഡെന്യൂമറബിൾ. ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡെന്യൂമറബിൾ സെറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ സെറ്റിന്റെ ഡെഫിനിഷനും കുറച്ച് എക്സാമ്പിൾസും ആണ്. ഡെന്യൂമറബിൾ സെറ്റ്സ്, കൗണ്ടബിൾ സെറ്റ്സ് ഇതിൽ തീരുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ.